യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പർ ചോർന്നതിൽ ശക്തമായ നടപടിക്കൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അച്ചടിയിലും വിതരണത്തിലും വീഴ്ചയുണ്ടായോ എന്നതിലാണ് പരിശോധന. അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ പങ്കുണ്ടോ എന്നതും അന്വേഷിക്കും. യൂട്യൂബ് ചാനൽ പ്രതിനിധികളിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖം നോക്കാതെ നടപടി വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഭരണകക്ഷിയിലെ അധ്യാപക സംഘടനയിലെ ആളുകളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ക്രിസ്മസ് പരീക്ഷ റദ്ദാക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ്. വേണമെങ്കിൽ ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇത് 1-2 പ്രാവശ്യമല്ല, നിരന്തരമായി ഈ ട്യൂഷൻ നടത്തുന്ന ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി പേപ്പർ ചോർത്തി കൊടുക്കുകയാണ്. അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ചില അധ്യാപക സംഘടനകളിലെ ആളുകളാണ് അത് ചെയ്തു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് മൂടി വെച്ചിട്ടാണ് പറയുന്നത്. അവരാണത് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നടപടി എടുക്കാത്തത്. സുനിഷായാലും കൂടുതൽ വിവരങ്ങൾ. സുനിഷായാലു, ശക്തമായ നടപടി എടുക്കുമെന്ന് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ആ നടപടി എന്താണെന്നതാണ് അറിയേണ്ടത്, അതോ തലോടി വിടുമോ? സുജയ, അത് തന്നെയാണ് അറിയേണ്ടത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും നാനാതലത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് VD സതീശന്റെ പ്രതികരണം വന്നു. അദ്ദേഹം പറയുന്നത് വെച്ച് ഈ ഭരണകക്ഷി ഈ പറയുന്ന യൂണിയനിൽപ്പെട്ട ആളുകളാണോ, അധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകളാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് അധ്യാപകരുടെ പേര് പറയാത്തതെന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്. ക്രിസ്മസ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് പരീക്ഷ വയ്ക്കണമെന്നുള്ളൊരാവശ്യം KSUവും പറയുന്നുണ്ട്. ഒപ്പം തന്നെ നടപടിയെടുത്തില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം നടത്തുമെന്ന് SFIയും പറയുന്നുണ്ട്. അങ്ങനെ നാനാവിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടപടിയെടുത്തില്ലെങ്കിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി കൃത്യമായി എടുക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ ഏതായാലും അധ്യാപകരുടെ ഈ ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ അടക്കം വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ യൂട്യൂബ് ചാനലിന് ആരുടെ കയ്യിൽ നിന്നാണ് ഈ ചോദ്യപേപ്പറിന്റെ വിവരങ്ങൾ ചോർന്നത് എന്ന പരിശോധനയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം തയ്യാറാക്കിയവർ, വിതരണം ചെയ്തവരുടെ എല്ലാം മൊഴിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. ഒപ്പം തന്നെ യൂട്യൂബ് ചാനലിന്റെ ഉടമകളുടെയും മൊഴി രേഖപ്പെടുത്തും. സുജയ. സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർത്തി എവിടേക്കൊക്കെ കൊടുക്കുന്നുണ്ട്? ട്യൂഷൻ സെന്ററുകൾക്ക് കൂടുതൽ കുട്ടികളെ പിടിക്കാൻ, അവരുടെ വിജയ ശതമാനം കൂട്ടാൻ ഒക്കെ സഹായകമാകുന്നത് ഇങ്ങനെയുള്ള ചോർച്ചകളാണോ എന്നതിലേക്കും ഈ അന്വേഷണം എത്തേണ്ടതുണ്ട്.